ശ്രീമൻ നാരായണീയം ദശകം 9 ബ്രഹ്മാവിൻ്റെ തപസ്സും ലോക നിർമ്മിതിയും. 8ാമത്തെ ദശകത്തിൽ നമ്മൾ കണ്ട പ്രകാരം പ്രാദുർഭൂതനായ ആ ബ്രഹ്മദേവന്റെ അനന്തര വ്യാപാരങ്ങളെക്കുറിച്ചാണ്, അതായത് ആ ബ്രഹ്മദേവൻ പത്മത്തിൽ ഉദ്ഭവിച്ച ആ ബ്രഹ്മാവ് പിന്നീട് ചെയ്ത കർമ്മങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ദശകത്തിൽ വർണ്ണിക്കുന്നത്. ശ്ലോകം 1. സ്ഥിതസ്സ കമലോദ്ഭവസ്തവ ഹി നാഭി പങ്കേരുഹേ കുതസ്വിദിദം അംബുദൗ ഉദിതം ഇതി അനാലോകയൻ തദീക്ഷണ കുതൂഹലാത് പ്രതിദിശം വിവൃത്താനനാ ചതുർവദനദാമകാത് വികസത് അഷ്ടദൃഷ്ട്യംബുജാ. സ്ഥിതഃ സഹ കമലോദ്ഭവഃ തവ ഹി നാഭീ പങ്കേരുഹേ കുതസ്വിദ് ഇദം അംബുദൗ ഉദിതം ഇതി അനാലോകയൻ തദീക്ഷണ കുതൂഹലാത് പ്രതിദിശം വിവൃത്താനന ചതുർവദനതാം അഗാത് വികസത് അഷ്ടദൃഷ്ട്യംബുജാം. അർത്ഥം: സഹ കമലോദ്ഭവ, ആ ബ്രഹ്മാവ്, പത്മജന്മാവായ ആ ബ്രഹ്മാവ്, തവ, ഭഗവാന്റെ, അതായത് ആ ആദിനാരായണ മൂർത്തിയുടെ നാഭീ പങ്കേരുഹേ, ആ നാഭീ കമലത്തിൽ തന്നെ, ഹി സ്ഥിതം, ഇരുന്നു കൊണ്ട്, അംബുദൗ, ആ സമുദ്രത്തിൽ, തനിക്ക് ചുറ്റുമുള്ള ആ സമുദ്രത്തിൽ, ഇദം കുതസിത് ഉദിതം ഇതി, അതായത് ഇദം, ഈ താമരപ്പൂവ്, താൻ ഇരിക്കുന്ന ഈ താമരപ്പൂവ്, കുതസിത് ഉദിതം ഇതി, എവിടെ നിന്നാണ് ഉണ്ടായത് എന്നത്, അനാലോകയൻ, മനസ്സിലാക്കാൻ പറ്റാത്തവനായിട്ട്, അത് കാണാതെ, ഈ ഇരിക്കുന്ന താമരപ്പൂവ് എവിടെ നിന്നാണ് ഉണ്ടായത്, ഇതിന്റെ ഉദ്ഭവം എവിടെയാണെന്ന് അറിയാത്തവനായിട്ട്, തദീക്ഷണ കുതൂഹലാത്ത്, ആ താമരയുടെ ഉത്പത്തി സ്ഥാനം കണ്ടെത്താനുള്ള കൗതുകത്താൽ, പ്രതിദിശം വിവൃത്താനന, ദിക്കുതോറും തിരിഞ്ഞ, അതായത് 4 ചുറ്റും തിരിഞ്ഞ മുഖമുള്ളവനായിട്ട്, എന്ന് വെച്ചാൽ ആ താമരപ്പൂവിന്റെ ഉത്പത്തി സ്ഥാനം കണ്ടെത്താനായി ബ്രഹ്മദേവൻ ഇങ്ങനെ ചുറ്റുപാടും 4 ഭാഗത്തേക്കും ഒന്ന് നോക്കിയപ്പോൾ, വികസത് അഷ്ടദൃഷ്ട്യംബുജം, വിടർന്ന താമരപ്പൂക്കൾക്കു തുല്യമായ 8 കണ്ണുകളുള്ള ചതുർവദനതാം, നാൻമുഖൻ, അതായത് ചതുർമുഖൻ, അഗാത് എന്ന അവസ്ഥയെ പ്രാപിച്ചു എന്ന്. അതായത് ബ്രഹ്മദേവന് 4 മുഖങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ആ ആദിനാരായണ മൂർത്തിയുടെ നാഭീകമലത്തിൽ നിന്ന് ഉദ്ഭവിച്ച ബ്രഹ്മദേവൻ ആ താമരപ്പൂവിൽ ഇരുന്നു കൊണ്ട്, താൻ ഇരിക്കുന്ന ഈ താമരപ്പൂവ് എവിടെ നിന്നാണ് ഉണ്ടായത്, ഇതിന്റെ ഉദ്ഭവം എവിടെയാണ് എന്നറിയാനായിട്ട്, അതറിയാനുള്ള കൗതുകത്താൽ ചുറ്റും നോക്കിയപ്പോൾ, വിടർന്ന താമരപ്പൂക്കൾക്ക് തുല്യമായ 8 കണ്ണുകളുള്ള ചതുർമുഖനായി തീർന്നു. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ശ്ലോകം 2. മഹാർണവ വിഗൂർണിതം കമലമേവ തത് കേവലം വിലോക്യ തതുപാശ്രയം തവ തനും തുനാലോകയൻ കയേശ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്വിദ് ഇദമംബുജം സമജനീതി ചിന്താമഗാത്. മഹാർണവ വിഘൂർണിതം കമലം ഏവ തത് കേവലം വിലോക്യ തതുപാശ്രയം തവ തനും തു നാലോകയൻ കഹ ഏഷഃ കമലോദരേ മഹതി നിസ്സഹായഃ ഹി അഹം കുതസ്വിദ് ഇദം അംബുജം സമജനീതി ഇതി ചിന്താമഗാത്. അർത്ഥം: മഹാർണവ വിഗൂർണിതം, അതായത് ആ മഹാസാഗരത്തിൽ, തനിക്ക് ചുറ്റുമുള്ള ബ്രഹ്മദേവൻ തനിക്ക് ചുറ്റുമുള്ള ആ പെരും കടലിൽ കിടന്ന്, വിഗൂർണിതം, ഇളകിയാടുന്ന, തത് കമലം, ആ താമരപ്പൂവിനെ, കേവലം ഏവ, അത് കേവലം എന്ന് വെച്ചാൽ മറ്റൊന്നും ആശ്രയമില്ലാത്തതായിട്ട്,
വിലോക്യ കണ്ടിട്ട്. അതായത് ആ താമരപ്പൂവിന്റെ ഉദ്ഭവസ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നർത്ഥം. അപ്പോ വെറും കേവലമാണ് ആ താമരപ്പൂവ്. അതായത് ആ താമരപ്പൂവിന് ഒന്നും തന്നെ ആശ്രയമില്ലാത്തതായിട്ടാണ് ബ്രഹ്മാവിന് തോന്നിയത്. അങ്ങനെ കണ്ടിട്ട് തതുപാശ്രയം, അതായത് ആ താമരപ്പൂവിന് ആശ്രയമായ തവതനും, ഭഗവാനെ അവിടുത്തെ ആ തിരുവുടലിനെ, അതായത് ആ ആദിനാരായണ മൂർത്തിയുടെ അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്നാണല്ലോ ഈ താമരപ്പൂ ഉണ്ടായിരിക്കുന്നത്. ആ ഉദ്ഭവസ്ഥാനം കണ്ടെത്താൻ കഴിയാതെ താമരപ്പൂവിന് ആരും ആശ്രയമില്ല എന്ന് വിചാരിച്ചിട്ട് ആ താമരപ്പൂവിന്റെ ആശ്രയമായ ഭഗവാന്റെ ആ തിരുവുടലിനെ തുനാലോകയൻ, കാണാൻ കഴിയാത്തതായി തീർന്നു ബ്രഹ്മാവ്. അങ്ങനെ മഹതി കമലോദരേ, ആ മഹത്തായ വിസ്തീർണമുള്ള ആ താമരപ്പൂവിനുള്ളിൽ നിസ്സഹായ ഹി ഏഷ, അതായത് ആരും സഹായത്തിനില്ലാതെ ഏകാഗിയായിരുന്ന ആ ബ്രഹ്മദേവൻ അഹം കഹ, ഞാൻ ആരാണ്, ഈ താമരപ്പൂവിൽ ഇരിക്കുന്ന ഞാൻ ആരാണ്, അഹം കഹ എന്ന് വെച്ചാൽ ഈ താമരപ്പൂവിൽ ഇരിക്കുന്ന ഞാൻ ആരാണ്, ഇതം അംബുജം കുതസ്വിത്, ഈ താമരപ്പൂവ് എന്തിൽ നിന്നാണ് ഉണ്ടായത്, സമജനി ഉണ്ടായത്, ഇതി ചിന്താം അഗാത്, എന്നിങ്ങനെ ചിന്തയിലായി പോയി എന്നർത്ഥം. അപ്പോൾ ബ്രഹ്മാവ് ഈ താമരപ്പൂവിന്റെ ഉത്പത്തി സ്ഥാനം കണ്ടെത്താൻ ചുറ്റും നോക്കിയപ്പോൾ ചതുർമുഖനായി തീർന്നു. അങ്ങനെ ആ മഹാസമുദ്രത്തിൽ ഇരുന്ന് ഇങ്ങനെ ഇളകിയാടുന്ന താമരപ്പൂവിന്റെ അത് കേവലം ഒന്നും ആശ്രയമില്ലാത്ത, ഒന്നിനെയും ആശ്രയിക്കാത്തതാണ് ആ താമരപ്പൂവ് എന്ന് കണ്ടിട്ട്, അതായത് താമരപ്പൂവിന്റെ യഥാർത്ഥത്തിലുള്ള ആശ്രയസ്ഥാനമായ ഭഗവാന്റെ ആ തിരുവുടലിനെ കാണാൻ കഴിയാത്തവനായി തീർന്നു ബ്രഹ്മാവ്. ബ്രഹ്മാവിന് എത്ര ശ്രമിച്ചിട്ട് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ മഹത്തായ താമരപ്പൂവിനുള്ളിൽ ഏകാഗിയായി ആരും സഹായത്തിനില്ലാതെ ഇരുന്ന ബ്രഹ്മാവ് ചിന്തിക്കുകയാണ്, ഈ താമരപ്പൂവിൽ ഉദ്ഭവിച്ച ഞാൻ ആരാണ്, ഈ താമരപ്പൂവ് എന്തിൽ നിന്നാണ് ഉണ്ടായത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായി. എന്നിവയെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിരുന്നു എന്നർത്ഥം. ശ്ലോകം 3. അമോഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേത് ഇതി സ്മ കൃത നിശ്ചയ സകലോ നാളരന്ധ്രാധ്വനാ സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീ തുദീയമതിമോഹനം നതോ കളേബരം ദൃഷ്ടവാൻ. അമോഷ്യഹി സരോരുഹഃ കിമപി കാരണം സംഭവേത് ഇതി സ്മ കൃതനിശ്ചയഃ സഹ ഖലു നാളരന്ധ്രാധ്വനാ സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീ തുദീയം അതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. അർത്ഥം, അമോഷ്യ സരോരുഹ, ഈ താമരപ്പൂവിനെ, ബ്രഹ്മാവ് ഇരിക്കുന്ന ആ താമരപ്പൂവിന് കിമപി കാരണം സംഭവേത് ഹി, തീർച്ചയായിട്ടും ഒരു കാരണം, ഒരു ആശ്രയസ്ഥാനം ഉണ്ടായിരിക്കുമല്ലോ, ഇതി എന്ന് തന്നെ, സ്മ കൃതനിശ്ചയ എന്ന് തന്നെ ഉള്ളിൽ ഉറപ്പിച്ചിട്ട്, പ്രൗഢതിഹി ആ ബുദ്ധിമാനായിട്ടുള്ള സഹഗലു ആ ബുദ്ധി സാമർഥ്യമുള്ള ആ ബ്രഹ്മദേവൻ സ്വയോഗബലവിദ്യയ തൻ്റെ തന്നെ ആ യോഗശക്തിയോടെ, തപശക്തി ഉപയോഗിച്ച്, നാളരന്ധ്രാധ്വന ആ താമരപ്പൂവിന്റെ സുഷിരങ്ങൾ, ആ നാഡി വഴി, താമരപ്പൂവിന്റെ ആ തണ്ടിലൂടെ ആ സുഷിരങ്ങൾ വഴി സമവരൂഢവാൻ കീഴ്പോട്ടിറങ്ങി വന്നു, താഴേക്ക് ഇറങ്ങി വന്നു. പക്ഷേ അതിമോഹനം ത്വദീയം, അത്യന്തം മനോഹരമായ ഭഗവാനെ, അവിടത്തെ കളേബരം തു ആ തിരുവുടലാകട്ടെ ന ദൃഷ്ടവാൻ, ബ്രഹ്മാവിനെ കണ്ടെത്താനും സാധിച്ചില്ല എന്ന്. അപ്പോൾ ബ്രഹ്മദേവൻ തീർച്ചയായിട്ടും ഇങ്ങനെ ആ താമരപ്പൂവിലിരിക്കുന്ന ഞാൻ ആരാണ്, ഈ താമരപ്പൂവ് എവിടെ നിന്നാണ് ഉദ്ഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ബ്രഹ്മദേവന് മനസ്സിൽ തോന്നി, തീർച്ചയായിട്ടും ഈ താമരപ്പൂവിന് ഒരു ഉൽപ്പത്തി സ്ഥാനം ഉണ്ടായിരിക്കണം, ഒരു ആശ്രയം ഉണ്ടായിരിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചു. അങ്ങനെ ബുദ്ധി സാമർഥ്യമുള്ള ആ ബ്രഹ്മദേവൻ തൻ്റെ ആ യോഗശക്തി ഉപയോഗിച്ച് ആ താമരത്തണ്ടിലൂടെ താഴോട്ടിറങ്ങി വന്ന് നോക്കിയെങ്കിലും അതിൻ്റെ ഉദ്ഭവസ്ഥാനമായ ഭഗവാന്റെ ആ തിരുവുടൽ
അത്യന്തം മനോഹരമായ തിരുവുടൽ ബ്രഹ്മാവിനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. ശ്ലോകം 4. തത സകല നാളികാ വിവരമാർഗകോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സംദൃഷ്ടവാ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീ സമാധിബലമാദദേ ഭവദനുഗ്രഹൈകാഗ്രഹീ. തതഃ സകലനാളികാ വിവരമാർഗകോ മാർഗയൻ വിവരമാർഗകഃ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിം അഭി ന ഏവ സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖ നിഷണ്ണ ഏകാഗ്രതിഃ സമാധി ബലം ആദദേ ഭവത് അനുഗ്രഹ ഏകാഗ്രഹി. അർത്ഥം: തതഃ അനന്തരം സകല നാളികാ വിവരമാർഗകഃ മാർഗയൻ, ആ ബ്രഹ്മാവ് ആ താമരത്തണ്ടിന്റെ സകല ദ്വാരങ്ങൾ വഴിയും പോയി മാർഗയൻ അന്വേഷിച്ചു എന്ന്. ഈ താമരപ്പൂവിന്റെ ഉത്പത്തി സ്ഥാനം എന്താണെന്നറിയാൻ ആ താമരത്തണ്ടിന്റെ സകല ദ്വാരങ്ങളിലൂടെയും പോയി അന്വേഷിച്ചിട്ടും ശതവത്സരം പ്രയസ്യ, അതായത് അനേക സംവത്സരം കാലം അങ്ങനെ പ്രയാസപ്പെട്ടിട്ടും, അപ്പോൾ വളരെ കുറച്ച് സമയമല്ല, അനേകം സംവത്സരം കാലം ബ്രഹ്മദേവൻ ആ താമരത്തണ്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് അന്വേഷിച്ചിട്ടും കിമപി ന ഏവ സംദൃഷ്ടവാൻ, ഒന്നും തന്നെ അദ്ദേഹം കാണുകയുണ്ടായില്ല, ഒന്നും തന്നെ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ നിവൃത്യ കമലോദരെ, എന്നിട്ട് അതിൽ നിന്നും പിന്മടങ്ങി, അതായത് ആ പരിശ്രമം, ആ ശ്രമം, താമരയുടെ ഉത്പത്തിസ്ഥാനം കണ്ടെത്താനുള്ള ആ ശ്രമത്തിൽ നിന്നും പിന്തിരിഞ്ഞിട്ട് കമലോദരെ, ആ താമരപ്പൂവിനുള്ളിൽ തന്നെ സുഖനിഷണ്ണഃ, സുഖമായി തിരിച്ചു വന്നിട്ട് ആ താമരപ്പൂവിനുള്ളിൽ തന്നെ സുഖമായി സ്ഥിതി ഉറപ്പിച്ച് ഏകാഗ്രതിഹി ഭവദനുഗ്രഹ ഏകാഗ്രഹി, അതായത് അവിടെ തന്നെ വന്ന് ആ താമരപ്പൂവിൽ തന്നെ ഇരുന്നിട്ട് ബുദ്ധിയെ ഏകാഗ്രമാക്കിയിട്ട് ഭഗവാൻ അവിടത്തെ അനുഗ്രഹത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സമാധി ബലം ആദധേ, ഉറച്ച സമാധി അവസ്ഥയെ പ്രാപിച്ചു എന്ന്. അപ്പോൾ ബ്രഹ്മദേവൻ ആ തപശക്തിയാൽ ആ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് ആ താമരത്തണ്ടിന്റെ എല്ലാ ദ്വാരങ്ങൾ വഴിയും അനേകം സംവത്സരം കാലം അന്വേഷിച്ചിട്ടും ഈ താമരപ്പൂവിന്റെ ഉത്പത്തി സ്ഥാനത്തെ കണ്ടെത്താൻ കഴിയാതായപ്പോൾ അവസാനം അദ്ദേഹം ആ ശ്രമത്തിൽ നിന്നും പിന്തിരിഞ്ഞിട്ട് തിരിച്ച് ആ താമരത്തണ്ടിലൂടെ തന്നെ ആ താമരയിൽ വന്ന് സുഖമായി സ്ഥിതി ഉറപ്പിച്ചിട്ട് തൻ്റെ ബുദ്ധിയെ ഏകാഗ്രമാക്കി, അതായത് മനസ്സടക്കി ബുദ്ധിയെ, ചിന്തകളെയൊക്കെ ഇല്ലാതാക്കി മനസ്സടക്കി ബുദ്ധിയെ ഏകാഗ്രമാക്കി ഭഗവാന്റെ അനുഗ്രഹത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഉറച്ച സമാധി അവസ്ഥയിലേക്ക് ലയിച്ചു, ആ സമാധി അവസ്ഥയെ പ്രാപിച്ചു. അതായത് തിരിച്ചു വന്നിട്ട് ഭഗവാനെ മനസ്സ് അടക്കി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ആ താമരയിൽ അങ്ങനെ ഒരുപാട് കാലം ഇരുന്നു, സമാധി അവസ്ഥയിലേക്ക് ലയിച്ചിരുന്നു എന്നർത്ഥം. ശ്ലോകം 5. ശതേന പരിവത്സരേ ദൃഢസമാധി ബന്ധോല്ലസത് പ്രബോധ വിശദീകൃത സഖലു പത്മിനീ സംഭവാ അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപം അന്തർദൃശാ വ്യജഷ്ട പരിതുഷ്ടധീ ഭുജഗ ഭോഗഭാഗാശ്രയം. ശതേന പരിവത്സരൈഃ ദൃഢ സമാധി ബന്ധോല്ലസത് പ്രബോധ വിശദീകൃതഃ സഹ ഖലു പത്മിനീ സംഭവഃ അദൃഷ്ടചരം അദ്ഭുതം തവ ഹി രൂപം അന്തർദൃശ വ്യജഷ്ട പരിതുഷ്ടധി ഭുജഗ ഭോഗ ഭാഗാശ്രയം. അതായത് സഹ
പത്മിനി സംഭവ ഖലു. ആ ബ്രഹ്മാവ്, ആ പത്മത്തിൽ ഉദ്ഭവിച്ച ബ്രഹ്മാവാകട്ടെ ശതേന പരിവത്സരൈഹി 100 ദിവ്യ സംവത്സരം കൊണ്ട് ദൃഢ സമാധി ബന്ധോല്ലസത് ഉറച്ച സമാധി അവസ്ഥയെ പ്രാപിച്ചതിനാൽ പ്രബോധ വിശദീകൃത ജ്ഞാനം, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ജ്ഞാനം തെളിഞ്ഞ് മനസ്സിന്റെ മാലിന്യമെല്ലാം ഇട്ടവനായി തീർന്ന് പരിതുഷ്ടധി ആനന്ദം നിറഞ്ഞ മനസ്സായി തീർന്നു അദ്ദേഹത്തിന്റെ എന്ന് മനസ്സിലായി. ആനന്ദം നിറഞ്ഞ അന്തരംഗം എന്ന് വെച്ചാൽ മനസ്സായി തീർന്നു അദ്ദേഹത്തിന്റെ. അങ്ങനെ അദൃഷ്ടചരം, ഇതിനു മുൻപൊന്നും കണ്ടിട്ടില്ലാത്തതും അത്ഭുതം ആശ്ചര്യം ഉണ്ടാക്കുന്നതുമായ ഭുജഗ ഭോഗ ഭാഗാശ്രയം, അതായത് ആദിശേഷൻ എന്ന നാഗശ്രേഷ്ഠന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തെ ആശ്രയിച്ചു കൊണ്ടുള്ളതായ തവരൂപം ഭഗവാനെ, അവിടുത്തെ തിരുവുടൽ അന്തർദൃശ ദിവ്യദൃഷ്ടിയാൽ വ്യചഷ്ടഹി ദർശിക്കുക തന്നെ ചെയ്തു എന്നർത്ഥം. അപ്പോ ആ ബ്രഹ്മദേവൻ 100 സംവത്സരം അങ്ങനെ സമാധി അവസ്ഥയിൽ ലയിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ജ്ഞാനം തെളിയുകയും മനോമാലിന്യങ്ങളൊക്കെ വിട്ടകന്ന് മനസ്സിൽ പരമാനന്ദം നിറയുകയും ചെയ്തപ്പോൾ ഇതിനു മുൻപ് ഒന്നും കണ്ടിട്ടില്ലാത്തതും അത്യധികം അത്ഭുതം നിറഞ്ഞതുമായ ആദിശേഷൻ എന്ന നാഗശ്രേഷ്ഠന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തിൽ ശയിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ തിരുവുടൽ തന്റെ ദിവ്യദൃഷ്ടിയിൽ മനസ്സിൽ അദ്ദേഹം ദർശിക്കുക തന്നെ ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ബ്രഹ്മാവ് ആ ബുദ്ധി, ആ തന്റെ യോഗശക്തിയാൽ തനിക്കുള്ള ആ ബുദ്ധിശക്തി ഉപയോഗിച്ച് പുറത്തൊക്കെ ഭഗവാനെ തിരഞ്ഞെങ്കിലും ആ താമരയുടെ തണ്ടിലൂടെ എല്ലാ ഭാഗങ്ങളിലും തിരഞ്ഞെങ്കിലും ഭഗവാനെ കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് താമരയിൽ തന്നെ വന്നിരുന്ന് മനസ്സേകാഗ്രമാക്കി സമാധി എന്ന് പറഞ്ഞാൽ ധി എന്ന് പറയുന്നത് ബുദ്ധി, മനസ്സ് ബുദ്ധി, മനസ്സും ബുദ്ധിയും സമമാക്കി വെക്കുക, അതായത് സമമായിരിക്കുക എന്ന് വെച്ചാൽ മനസ്സ് ഇളക്കം തട്ടാതെ, അതായത് ചിന്തകളില്ലാതെ മനസ്സിനെയും ബുദ്ധിയെയും അനക്കമില്ലാതെ സമമാക്കി വെക്കുക, അതാണ് സമാധി എന്ന് പറയുന്നത്. അങ്ങനെ ഇരുന്നു. അതും കുറച്ച് വർഷങ്ങളല്ല, 1000, അതായത് 100 ദിവ്യ സംവത്സരം അദ്ദേഹം അങ്ങനെ സമാധി അവസ്ഥയിൽ ലയിച്ചിരുന്നപ്പോൾ മനസ്സടങ്ങിയപ്പോൾ, മനോമാലിന്യങ്ങളൊക്കെ പോയി മനസ്സടങ്ങിയപ്പോൾ തെളിഞ്ഞ ജലാശയത്തിൽ സൂര്യന്റെ പ്രതിബിംബം കാണുന്നത് പോലെ ആ മനസ്സിൽ ഉള്ളിൽ തന്നെ പരമമായ ജ്ഞാനം തെളിയുകയും അങ്ങനെ പരമാനന്ദ സ്വരൂപനായ ഭഗവാനെ അറിയുകയും അദ്ദേഹത്തിന്റെ ഭഗവാനെ അനുഭവിച്ചറിയുകയും ചെയ്തപ്പോൾ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത അത്യത്ഭുതകരമായ ആ അനന്തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ശയിക്കുന്ന ആ ഭഗവാന്റെ തിരുവുടൽ ബ്രഹ്മാവ് കണ്ടു എന്ന്. അതായത് നമ്മുടെ ആ ഒരു ഭൗതിക ബുദ്ധി ഉണ്ടല്ലോ, അത് വെച്ച് നമ്മൾ പുറത്തൊന്നും ഭഗവാനെ അന്വേഷിച്ചാൽ കണ്ടെത്താനായിട്ട് സാധിക്കില്ല എന്നാണ് ഇതിനുള്ള അർത്ഥം. ഇതിന്റെ തത്വം അതാണ്. എന്നാൽ മനസ്സടങ്ങിയാൽ മറ്റെന്തിനേക്കാളും ഭഗവാനെ അറിയണമെങ്കിൽ മനസ്സടങ്ങണം. ഞാൻ എന്ന നമ്മുടെ പേരില്, നമ്മുടെ അച്ഛനും അമ്മയും ഇട്ട നമ്മുടെ പേരില് ഞാൻ ഇന്ന വ്യക്തിയാണ് എന്ന ഒരു ധാരണയില് എനിക്ക് എന്നൊക്കെയുള്ള ചിന്തയിൽ ഇങ്ങനെ കഴിയുമ്പോൾ, ഒരുപാട് ഈ ലൗകികമായ ചിന്തകളോടുകൂടി നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ എത്ര ഭഗവാനെ അന്വേഷിച്ചാലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. മനസ്സടങ്ങുമ്പോൾ നമ്മുടെ തന്നെ ഉള്ളിലിരിക്കുന്ന ഞാൻ തന്നെയാകുന്ന ആ ഭഗവാനെ, ആ ഈശ്വരനെ നമുക്ക് കണ്ടെത്താൻ, ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ കണ്ടെത്തണമെങ്കിൽ മനസ്സടങ്ങണം, മനസ്സും ബുദ്ധിയും സമമാവണം. ഭഗവത്ഗീതയിൽ പറയുന്നു ഭഗവാൻ അർജുനനോട് തിതീക്ഷാഭാവം എന്ന്, അതായത് മനസ്സ് ബാലൻസ്ഡ് ആവുക, അതായത് തുല്യ അവസ്ഥയിൽ സമചിത്തതയിലേക്ക് എത്തുക എന്നുള്ളത്. ആ അവസ്ഥയിലേക്ക് മനസ്സെത്തുമ്പോഴാണ് ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെ നമുക്ക് അനുഭവിക്കാനും അറിയാനും സാധിക്കുന്നത്. അതിനാണ് ധ്യാനം, അതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് ധ്യാനം എന്ന് പറയുന്നത്. അതാണ് ബ്രഹ്മദേവൻ തിരിച്ച് ഭൗതിക ബുദ്ധിയെ ഉപയോഗിച്ച് പുറത്തൊക്കെ ഭഗവാനെ തെരഞ്ഞെങ്കിലും, പല രീതിയിൽ അന്വേഷിച്ച്, എത്രയോ കാലം ബ്രഹ്മാവ് അങ്ങനെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിയാത്ത ഭഗവാനെ തിരിച്ച് അതേ സ്ഥാനത്ത് വന്നിരുന്ന് മനസ്സും ബുദ്ധിയും സമാവസ്ഥയിൽ കൊണ്ടുവന്ന് ധ്യാനിച്ച് 100 സംവത്സരത്തിൽ കഴിഞ്ഞപ്പോൾ, മനോമാലിന്യങ്ങൾ അകന്നപ്പോൾ
ആ ഭഗവാനെ മനസ്സിൽ അദ്ദേഹത്തിന് ദർശിക്കാനായിട്ട് സാധിച്ചു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം.